ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യത്തെ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് മാറിയതിന് പിന്നാലെ അത്തരമൊരു വാർത്ത ഇപ്പോൾ അസമിൽ നിന്നും വരുന്നുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ആചാരത്തെ തുടച്ചു മാറ്റിക്കൊണ്ട് ഒരു പുരുഷന് ഒന്നിലധികം ഭാര്യമാർ പാടില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു നിയമവുമായി അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ. നവംബർ 25-ന് അസം നിയമസഭയിൽ അവതരിപ്പിക്കാനിരിക്കുന്ന അസം ബഹുഭാര്യത്വ നിരോധന ബിൽ പാസ്സാവുകയാണെങ്കിൽ നിയമപ്രകാരമുള്ള ബന്ധം വേർപ്പെടുത്താതെ മറ്റൊരു വിവാഹം കഴിക്കുന്നത് 7 വർഷം വരെ തടവ് ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യമായി മാറും. പതിറ്റാണ്ടുകളായി ആചാരത്തിന്റെയോ മതത്തിന്റെയോ പേരിൽ ന്യായീകരിക്കപ്പെട്ട് അസമിലെ ചില സമുദായങ്ങളിൽ ബഹുഭാര്യത്വം നിലനിന്നിരുന്നു. അത്തരം വിവാഹങ്ങളിൽ അവഗണനയും ദുരിതവും അനുഭവിച്ച് കുടുങ്ങിക്കിടക്കുന്ന സ്ത്രീകൾക്കായി നഷ്ടപരിഹാരം നൽകണമെന്നും ഈ പുതിയ ബില്ലിൽ പരാമർശമുണ്ട്. ഇതിനായി സർക്കാർ പുതിയ ഫണ്ട് രൂപീകരിക്കുമെന്നും അസം മുഖ്യമന്ത്രി പറഞ്ഞു. പലരും ഈ ബില്ലിനെ അസമിൽ ഏകീകൃത സിവിൽ കോഡിന്റെ ഒരു മുന്നോടിയായി ആണ് കണക്കാക്കുന്നത്. BJPയുടെ പ്രകടന പത്രികയിലെ ഒരു പ്രധാന വാഗ്ദാനം തന്നെയാണ് യൂണിഫോം സിവിൽ കോഡ് അഥവാ ഏകീകൃത സിവിൽ കോഡ് എന്നത്. വിവാഹം, വിവാഹമോചനം, അനന്തരാവകാശം, ദത്തെടുക്കൽ എന്നിവ സംബന്ധിച്ച് മതം പരിഗണിക്കാതെ എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ഒരു പൊതു നിയമം കൊണ്ടുവരാനാണ് ഏകീകൃത സിവിൽ കോഡ് കൊണ്ട് ലക്ഷ്യമിടുന്നത്. ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലും സമാനമായിട്ടുള്ള ചർച്ചകൾ ഇപ്പോൾ ശക്തിപ്പെടുന്നുണ്ട്. അവിടെ ഏകീകൃത സിവിൽ കോഡ് അടിസ്ഥാനമാക്കിയിട്ടുള്ള പരിഷ്കാരങ്ങൾ പഠിക്കാനോ കരട് തയ്യാറാക്കാനോ ഉള്ള കമ്മിറ്റികൾ ഇതിനോടകം തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.